ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പടവലങ്ങിയുടെ പകുതിയേ ഉള്ളൂ. പിന്നെ ദാ അവിടെ ചെറിയുള്ളി ഇരിക്കുന്നത് കണ്ടില്ലേ, ചെറിയുള്ളി ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു അടിപൊളി റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. ഞാനല്ല ഉണ്ടാക്കുന്നത്, അമ്മയാണ്. അമ്മ എന്തെടുക്കാൻ വേണ്ടി പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അമ്മയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പടവലങ്ങ കറി വെക്കാൻ വേണ്ടി ഇതാ പടവലങ്ങയൊക്കെ ഈ ഒരു വലുപ്പത്തിലൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഉള്ളി സെൻറ്റർ കറി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വറക്കാൻ വേണ്ടിയിട്ട് ഇതാ തേങ്ങ ഉണക്കമുളക് തന്നെ വേണം. അത് നമ്മുടെ എരിവിനനുസരിച്ച് ഇവിടെ കുട്ടികളുണ്ട് കുറച്ചിട്ടുള്ളൂ. പിന്നെ പെരിഞ്ചീരകം ഒരു നുള്ള്, ചെറിയ ജീരകം ഒരു നുള്ള്, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു വെളുത്തുള്ളി. ഇത്രയാണ് ഇതിന് ആവശ്യമായത്. ഇത് നമുക്കിനി വറക്കാം. ഇതാ ചീനിച്ചട്ടി വെച്ച് ഗ്യാസ് കത്തിച്ച് ആദ്യം നമ്മളതിലേക്ക് തേങ്ങ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങയും ഉണക്കമുളകും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയ ജീരകം, വലിയ ജീരകം ഇത് എല്ലാം കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി അത് വറുത്തെടുക്കാം. നല്ല അങ്ങനെ ചുവപ്പ് കളറൊന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇതാ അമ്മയാണ് ഇത് ഉണ്ടാക്കണതാണ്, ഞാനല്ല. നമുക്കിത് കഴിക്കാൻ മാത്രമേ അറിയൂ, ഉണ്ടാക്കാൻ അറിയില്ല. ഇതാപ്പോൾ ഇത് അമ്മ വറുത്തെടുക്കുന്നുണ്ട്. അത് മതിയോ? മതി എന്നാണ് പറഞ്ഞത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരക്കല്ല, സോറി ഗൈസ്, അരക്കല്ല, പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് ഒറ്റ പൊടിക്കരുത്, എന്നിട്ട് നമുക്കിത് കാണാം. അപ്പോൾ നമ്മളിതാ പടവലങ്ങ അടുപ്പത്തിടാൻ പോവാണ്. ചീനിച്ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒരു 2 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിത്തെറിക്കുന്നുണ്ട്. കടുക് അടിപൊളിയായി പൊട്ടുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഞാൻ ഞെട്ടിയതാണ് പെട്ടെന്ന്. അപ്പോൾ അതിന് നമുക്കതിലേക്ക് പടവലങ്ങ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി കഴുകി വെക്കാം. പടവലങ്ങ കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ മുഴുവൻ പടവലങ്ങ അതിലേക്ക് ഇട്ട് നമ്മളത് ആ എണ്ണയിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കാനായിട്ടില്ല, വെള്ളം കുറേയൊന്നും ഒഴിക്കില്ല, കുറച്ച് ഒഴിക്കാനായിട്ടില്ല. അതെങ്ങനെ ഒന്ന് നല്ലൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കണം. ഗ്യാസ് സ്ലിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. അതൊന്ന് നല്ല ഇളക്കി സെറ്റായ ശേഷം നമ്മൾ അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി അരിഞ്ഞ് നമ്മൾ മുഴുവൻ ഇട്ട് കൊടുത്തു. അതും കൂടി അതിലൊന്ന് നല്ല ഒന്ന് നീര് വരികട്ടെ. അതിന് ശേഷം നമുക്ക് അതിലുള്ള വെള്ളം ഒന്ന് ഇറങ്ങിയ ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കും. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അതിലേക്ക് ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു ഉള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. നല്ലൊന്ന് ഇളക്കി ഒരു ലേശം വെള്ളം ഒഴിച്ച് വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ തേങ്ങയും മാവൊക്കെ കൂടി പൊടിച്ചത് വെന്ത ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയും ഉണക്കമുളകും കറിവേപ്പിലയും വലിയ ജീരകവും ചെറിയ ജീരകവും ഒക്കെ കൂടി ഈ ഒരു ലെവലിൽ വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ. അത് പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പടവലങ്ങ നമ്മൾ വേവാൻ വെച്ചിട്ട് തുള്ളി വെള്ളമൊക്കെ ഒഴിച്ചത് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിത് അതിലേക്ക് ഇടാം. പടവലങ്ങ വെന്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച മസാലകളൊന്നും ഇട്ട് കൊടുക്കാം. തേങ്ങ ഉണക്കമുളകും ആ മസാലകളും കൂടി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്യില്ല, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്നും കൂടി നമുക്ക് ഇതിൻ്റെ അതൊക്കെ ഒന്ന് അതിലേക്ക് ഇറങ്ങണ പോലെ ഒന്നും കൂടി അത് ഇതാവട്ടെ. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. അതും കൂടി ഒന്ന് ഇതായി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഇളക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ആവിയിൽ ഇരുന്നിട്ട് ഒന്നും കൂടി നല്ല അങ്ങനെ അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ വേവിച്ചാൽ നമ്മുടെ ടേസ്റ്റി പടവലങ്ങ തോരനോ പടവലങ്ങ ഉപ്പേരിന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പേരിടാം. അങ്ങനെ ചോറുണ്ണാൻ നല്ല ടേസ്റ്റാണ്. അടിപൊളിയായിട്ട് നമുക്ക് ചോറുണ്ണാം. നല്ല അടിപൊളി പടവലങ്ങ തോരൻ എന്നാണ് ഞങ്ങളൊക്കെ ഇവിടെ പറഞ്ഞത്. ചെറിയുള്ളിയൊക്കെ ഇട്ടാൽ നല്ല അടിപൊളി പടവലങ്ങ തോരനാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഗ്യാസ് കമ്മിയാക്കിയിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ച് ഒന്നും കൂടി ഇതിങ്ങനെ വേവിച്ചെടുക്കും. ആ ഗ്യാസ് സ്ലിമ്മിലിട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. റെഡി ആയ ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മുടെ പടവലങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു വെറൈറ്റി കറിയാണ്. എൻ്റെ അമ്മ ഇങ്ങനെയുള്ള സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി നോക്കുക. ഞങ്ങളൊന്നും ഇതൊന്നും കഴിയാറില്ല. അങ്ങനെയാണ് ഇപ്പോൾ അമ്മ കണ്ടുപിടിച്ച പുതിയൊരു കറിയാണ്. പടവലങ്ങ ചെറിയ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഇതിവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ കറി. അപ്പോൾ ഇതിനൊക്കെ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.